എല്ലാവരുടെയും സംശയം ഞാൻ ഡെയിലി കുളിക്കണ്ടോ അലക്കുണ്ടോ ആകെ ഡൗട്ടാ. ഒന്നും നോക്കണ്ട, ഒന്നും കണ്ട എൻ്റെ ഒരു കുളിസീനി ആസ്വദിക്കല്ലോ. അങ്ങനെ അപ്പോൾ മക്കളെ ഗുഡ് മോർണിംഗ്. ഇന്നലെ സിദ്ധാർത്ഥ ഇവിടെ ആളുകൾക്ക് അവിടെ നൽകി സെറ്റായി ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം. സമയം 7 മണിയായി. സൈക്കിൾ അടിയിൽ ഷട്ടറിൻ്റെ ഉള്ളിലിരിക്കണം. സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആളോട് പറഞ്ഞിട്ട് പോവാം. അങ്ങനെ ഇന്നലെ ഇവിടെയാണ് നിന്നത്. സിദ്ധാർത്ഥനോട് ബൈ പറഞ്ഞിട്ട് പോവാണ്. സിദ്ധാർത്ഥേട്ടൻ ശരി. അപ്പം അങ്ങനെ സിദ്ധാർത്ഥേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി. ആള് ലാസ്റ്റ് പറയാ ഒരു ദിവസം നിൽക്ക് മീൻ കറി ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, പോയോടത്തൊക്കെ പറഞ്ഞ പോലെ 4 ദിവസം നിൽക്കുകയാണ്, സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ രാജസ്ഥാനിലേക്ക് ഈ വഴി തന്നെ ഈ ഹൈവേ കൂട്ടിയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പിന്നെ വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ച് ആളോട് പറഞ്ഞേ വരുമ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. ഓരോരുത്തർ സ്നേഹം കാണുമ്പോൾ എന്തായാലേ നമ്മളറിയ പോലും ഇല്ല. എന്നിട്ട് അങ്ങനെ ബാക്കിൽ കണ്ട സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. കണ്ട ജാതി വിശല വരണേ. രാവിലെ ഒരുമാതിരി വൃത്തിയായിട്ട് തണവോ എന്നിപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചല്ല ഒരു 10 മണിയാകുമ്പോഴേക്കും ചൂടായിരുന്നു. ഈ ടീഷർട്ടായിരുന്നു ഇങ്ങനത്തെ ആയിരുന്നു. പുറത്തേക്കാണ് ചുട്ടൂറുക വെയിലടിക്കുമ്പോൾ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര 240 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് റാണാകച്ചിലേക്ക്. അതിപ്പോൾ എന്തായാലും 1, 2, 3 ദിവസം അങ്ങനെ എത്തായിരിക്കും ചിലപ്പോൾ. സംഭവിച്ചാൽ മോഡൽ ഫുള്ള് ചെടി കഴിഞ്ഞാൽ രസമില്ലേ. അമ്പലം അമ്മോ. അങ്ങനെ ഇനി കുറച്ച് നേരം സൈക്കിൾ ഓടിയിട്ട് വരാം. രാവിലെ ആകുമ്പോൾ കുറച്ച് എനർജി ഉണ്ടാവും. അപ്പോൾ ചവിട്ടാൻ പറ്റുന്ന ദൂരം ചവിട്ടി കഴിഞ്ഞാൽ പരിപാടി സെറ്റാക്കാം. അങ്ങനെ ഫുൾ ഹൈവേ ആണ്, വലിയ ഹൈവേ. ബാക്കിൽ ഉണ്ട് ഇത് കണ്ടില്ലേ. ഇവിടുന്ന് ഞാൻ അവിടെ വരെ ഒറ്റ ഹൈവേ തന്നെ, വേറെ വഴിയില്ല പറഞ്ഞത്. അമ്മോ കമൺ कमन कितना है? 20 का 100 ग्राम। 20 का 20 का। ये वाला ये 20 का 100 ग्राम। ये 50 ग्राम कर दो। दोनों 20 का लेना ना। हाँ दोनों 20 के ले गाने का। ये क्या बोले पतला? पत्थर वेलिया कहते हो इसको। കമ്മണും ജിലേബി ഉണ്ട്. അത് കഴിക്കാന്ന് രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാം. ഓപ്പണായിട്ട് കഴിക്കണം, അതാണ് പ്രശ്നം. കമ്മണല്ല, അത് കമ്മണിയാവുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ജിലേബി ഉണ്ട് രാവിലെ തന്നെ. എന്ത് മധുര. സ്ഥലങ്ങൾ നോക്കി ഫുള്ളൊറ്റപ്പെട്ട് കിടക്കുക. ആ രണ്ടാളുണ്ട്. ചോട്ടു കാണിച്ചു പിള്ളേര് ആകിയുണ്ട്. നാണം കെട്ടില്ല. സാധാരണ പല സമയങ്ങളിലും ഞങ്ങൾ നാണം കെടാറുണ്ട്. നാണം കെട്ട് പുത്തരിയല്ലാതെ കാരണം പിന്നെ പ്രശ്നമില്ല. ഇത് കാലത്ത് അവിടുന്ന് മറ്റേ സിദ്ധാർത്ഥ ഭായിരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇട്ടിട്ട് ഉള്ള കയറ്റിറക്കാൻ കിടപ്പുണ്ട് കിളിയുള്ളൂ. കാണാൻ പറ്റിയാണ് അവിടെ. ഈ അറ്റം നോക്കി, റോഡിൻ്റെ അറ്റം കാണാമല്ലോ. അവിടെ നോക്കി ആ അറ്റം നോക്കിയപ്പോൾ വരണേ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോട്ട് നമുക്ക് അവിടെ അറ്റത്ത് കാടാവുന്നുണ്ട്. എന്താ ആഫ്രിക്കയിലൊക്കെ കാണുന്നുണ്ടല്ലേ, അതേപോലത്തെ ഒരു ടൈപ്പ്. ആഫ്രിക്കയിൽ പോയുള്ള കാരണം അല്ലാട്ടാ, വീഡിയോ കണ്ടിട്ടില്ലേ ഇങ്ങനെ. ഓ ഇനി എന്തോരം ദൂരം പോകണാവോ. ചൂടാണ് സഹിക്കാൻ വയ്യാത്ത. എല്ലാവരും പറഞ്ഞത് തന്നെ ഗുജറാത്തിൽ ഇപ്പോഴുള്ള ചൂടിനേക്കാളും ഇന്ന് തന്നെ. ഇപ്പം ഇന്ന് ഇവിടെ ഒരു 30 ഡിഗ്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 40 ആവുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ മരുഭൂമി പോലെ സ്ഥലമല്ല. അത് ഇവിടേക്ക് അറിയുമ്പോൾ അറിയുന്നുണ്ട്. ഈ ഷണ്ണ പുറകില്ലേ ചുറ്റൂർ തുടങ്ങിയിട്ടുണ്ട്. സമയത്ര 10:15 11 മണി അറിയില്ല. അപ്പോഴേക്കും പുറത്തിൻ്റെ ഉപ്പാട് അളക്കും.
ചവിട്ടാനായിട്ടുള്ള ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ ചവിട്ടുക. എന്ത് കിലോമീറ്ററോളം ഇങ്ങനെ റോഡ് ഇങ്ങനെ പരന്ന് കിടക്കുക. ബൈക്കൊക്കെ കഴിഞ്ഞാൽ നല്ല സുഖമായിരുന്നു, നല്ല പടം അടച്ചു പോവുക. കാറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. സൈക്കിളാകുമ്പോളേ കണ്ടില്ലേ, നോക്കി ഇവിടുന്ന് ഒറ്റ മരമല്ലോ, എന്തെങ്കിലും മരം ഉണ്ടോ നിർത്താൻ വേണ്ടിയിട്ട്? ഒരു മരം പോലും നിർത്താൻ, നല്ല വെയിലും. അതൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ കണ്ടില്ലേ. ബാക്കിൽ വലിയ വലിയ ലോറികൾ മാത്രം. ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞ് വന്നിട്ട് ശാന്തന്മാറ എന്തൊരു പേര് പറഞ്ഞു, അവിടെ ഒരു മലയാളിയുടെ ഡയറോടെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥേട്ടൻ വിളിച്ചിട്ട് നടന്നിപ്പോ. എന്താ വേണ്ടെന്ന് ആലോചിക്കണേ. ഇനി കട കണ്ടുപിടിക്കാൻ നടക്കണേ, ഇതാകുമ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ ചവിട്ടിയാൽ മതി. അയ്യോ നോക്കി ബായി വിളിച്ചിട്ട് പെട്രോൾ പമ്പിൽ എടുക്കണം. അപ്പോൾ ഫുഡ് ഉണ്ടെന്ന് കണ്ട് വിളിച്ചോണ്ടായി. ആ അവിടെ എന്തിട്ട് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പെട്രോൾ പമ്പ് ആൾക്ക് എടുക്കണം. അടുത്തൊന്ന് വിളിച്ചതാ, എന്താ പോയി നോക്കി നോക്കാം. ये भाई बोलेगा इधर, भाई इधर चलेगा गाने का. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്താ സംഭവം അറിയില്ല. ഇവിടുന്ന് പെട്രോൾ പമ്പ് ചേട്ടന്മാരെ നന്നായി എല്ലാവരും ഉണ്ട്. ഹായ് ഹായ്. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഉറങ്ങണ നേരത്തെ ഇവർ വന്നിട്ട് ഇവരോട് കെടുക്കാൻ ചോദിച്ചപ്പോൾ ഒരു വലിയൊരു ഇതൊന്നുമില്ല, അവിടെ കിടന്നുള്ള റോഡ് മാത്രം നടന്നല്ലോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് എഴുതുന്ന പറഞ്ഞു ഉറക്കത്തിൽ ഒന്ന് വിളിച്ചിട്ട് വായ ഫുഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. എന്താ പോലെ ഈ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പോൾ ഇതിൽ കൂടി ഇങ്ങോട്ട് കടന്നു വന്നേ. അങ്ങനെ കടന്ന വഴി കാണാനില്ല, ഇതിൽ കൂടി വന്ന് ഇതന്നെ തോന്നുന്നുണ്ട്, ഇത് അടച്ചിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. ഈ പമ്പിലാണ് നിന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്ന് കിടന്നത്. അല്ല ഇന്ന് കിടക്കാറുണ്ട്, ഉച്ചയ്ക്ക് കിടന്നത്. ഇന്നിപ്പോൾ 2 മണിയല്ല 3 മണി ആവുകൊണ്ട് ഒരു വെയിൽ പോയിട്ട് പോവാൻ. ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള റോഡായിരുന്നു. ആ ഞാൻ ഓക്കെ, താങ്ക് യു. ആ താങ്ക് യു. അങ്ങനെ ഇവിടെയാണ് കിടക്കണേ. വീണ്ടും ഉടനെ ഒന്ന് കിടക്കാം. സൈക്കിളോടെ ചെണ്ട് വലിയ ചൂട് അടുപ്പല്ലാട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. വൃത്തിയുടെ ചൂട്. അയ്യോ ശരിക്കൊരു മരുഭൂമിയിൽ പെട്ട അവസ്ഥയായിട്ടിപ്പോ. നോക്കിയേ എന്ത് വെറുതെ റോഡുണ്ട്, ഒരു കടയില്ല. മറയില് പോയിട്ട് പെട്രോൾ ടെന്റ് അടിക്കുമ്പോൾ ഒരു സ്ഥലമില്ല. നോക്കിയേ ഫുൾ ഓപ്പൺ, ഫുൾ ഓപ്പൺ ഏരിയ, വേറെ ഒന്നുമില്ല ഇവിടെ. നോക്കിയേ അറ്റത്തൊക്കെ നോക്കിയോ ഒന്നുമില്ല. അതുകൊണ്ട് എത്രയോ ദൂരത്തോളം അങ്ങനെ വെറുതെ എടുക്കുക. ഈ സൈഡിൽ പിന്നെ അവിടെ സ്ഥലങ്ങളോട് തോന്നുന്നുണ്ട്. ആ സൈഡ് നോക്കി എൻ്റെ പൊന്നോ. ഈ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയാനില്ല. അത്ര നേരം ഫുള്ളൊരു മരുഭൂമിയായിരുന്നു. നോക്കിയേ ഫുള്ള് ഒഴിഞ്ഞെടുക്കുക. നോക്കിയേ ഭാഗത്തിന് ലോറിയോളേനുണ്ട്. ഇവിടെ നോക്കി കുറച്ച് വെള്ളമുണ്ട്, പോയി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. വയ്യ. അതിൻ്റെ നടുക്കിൽ എന്തൊരു അമ്പലം ഉണ്ട് കണ്ടോ അവിടെ, അത് പെടപ്പ സ്ഥലം അതിൻ്റെ കണ്ടോ.
നോക്കി ഇത് അറ്റം വരെ തീരുന്നില്ല. ഇതെന്താ റോഡ് കഴിയാത്ത? ഓ സാധാരണ അവിടെ പോയി കഴിഞ്ഞാൽ റോഡ് തീരുക മാപ്പിലൊക്കെ നോക്കിയിട്ട്. ഇത് മാപ്പിൽ നോക്കിയിട്ട് റോഡ് തീരുന്നില്ല. നല്ല ചൂടും നല്ല രസമുണ്ട് ഇവിടെ. ആ ഭാഗത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബോർഡ് ഉണ്ടായിരുന്നു മറ്റേ വന്യമൃഗങ്ങളുടെ മറ്റേ മാനിനെ പോലത്തെ വേറെ സാധനമില്ല വലുത്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ വേറെ എന്താ സാധനം ഉണ്ടായിട്ടുള്ള വെടി വയ്ക്കായിരുന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ എമ്മൊക്കെ ഇല്ല അതേപോലത്തെ ഒരു ടൈപ്പ് കിളി. പക്ഷേ ഗോപ്രോയിൽ സൂം ചെയ്യാൻ പറ്റില്ല, വേറെ പിന്നെ എടുക്കാമെന്നില്ല. എന്ത് ചൂടാ, 4:30 പറ ഈ സമയം. ഇവിടെ ഇത്ര നേരം ഒരു പെട്രോൾ കണ്ടിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് വന്ന ശേഷം. കട കണ്ടിട്ടില്ല. കട അപ്പുറത്തൊരു ഓലക്കുടിൽ പോലത്തെ ഒരു കട ഉണ്ട്, അതന്നെ. വേറെ പിന്നെ ഒന്നും കണ്ടിട്ടില്ല. സൈക്കിൾ നോക്കി, സൈക്കിളൊക്കെ ടയറൊക്കെ പൊട്ടിപ്പോവാണോ ചൂട് എടുത്തിട്ട്. എന്ത് ചൂടെന്ന് പറയത്, എയറൊക്കെ കുറഞ്ഞു തുടങ്ങി. ഗുജറാത്ത് പോലീസ്. കഴിയണ ലക്ഷം കാണാനില്ല കേട്ടോ. അവിടെ സൈഡിലാണ്, അത് റെയിൽവേ സ്റ്റേഷനാണ് അവിടെ. ഞാൻ ഡെയിലി കുളിക്കണ്ടോ ഡ്രസ്സ് കഴുകണ്ടെന്നുള്ളത് കുറേ ആൾക്കാരുടെ ഡൗട്ടാ. എന്നാൽ കണ്ടോ എൻ്റെ കുളിസീനും ഡ്രസ്സ് കഴുകലും. നേരെ പോയിട്ട് ആദ്യം തന്നെ പോയിട്ട് ബാത്റൂമിൽ സൗകര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കുത്തി പിഴിയും. അല്ലാന്ന് വെച്ചാൽ ഇതേപോലെ പുറത്ത് നിൽക്കുക, അവിടെ കുത്തി പിഴിയുക, നേരെ കുളിക്കുക. അങ്ങനെ നല്ല സുഖം ഓപ്പണായിട്ട് ഞാൻ ബക്കറ്റിൽ കൂടെ തലയിൽ കൂടെ 4 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ, കപ്പല്ല ബക്കറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. ഓഫ് ഒന്നും പറയണ്ട. ഇത്ര നേരം സൈക്കിൾ ഓട്ടിട്ട് വന്നിട്ട് ഒരേ ബക്കറ്റ് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാന്നറിയില്ല. അതങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും 2 മിനിറ്റ് ആലോചിച്ചിട്ട്. ഓഫ് വയ്യ എൻ്റെ സാറേ, എളുപ്പമില്ല കാര്യങ്ങളൊക്കെ. എൻ്റെ പൊന്നോ, അങ്ങനെ ഒരു നിപ്പാ, പറയണ്ട കാര്യങ്ങൾ. അങ്ങനെ ഇന്ന് സ്റ്റേ ചെയ്യണത് ഇവിടുത്തെ പെട്രോൾ പമ്പിലാണ്. കണ്ടില്ലേ ഈ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായി എത്തിയിട്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഫുള്ള് റെസ്റ്റ് എടുക്കുകയൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് ഇവിടുത്തെ ആളോട് ഈ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചോളാം. ബൈ ബൈ भाई ये प्लेस का नाम क्या है? प्लेस का नाम, ये प्लेस का नाम क्या है? അഡേശ്വർ. ആ ഓക്കെ. അഡേശ്വർ എന്നുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ശാന്തൻപൂർ എന്നുള്ള സ്ഥലം ഉണ്ട്. അവിടെ നിന്ന് കച്ച് പോകണ വലിയ ഹൈവേ ആണ്, അതിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോന്നു. ഞാൻ മുന്നത്തെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സ്ട്രെയിറ്റ് റോഡ്, ഫുള്ള് പൂവാടം അങ്ങനത്തെ സെറ്റപ്പ്, കുറച്ച് ഭാഗത്ത് കാട് പോലത്തെ. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ 2 ചെക്ക് പോസ്റ്റ് നടന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റാണെന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല. മൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, പക്ഷേ എന്നാൽ ഫുൾ പ്ലെയിൻ ആയിട്ട് എടുക്കും, ഒന്നും കാണാനില്ല. ജീവികളുണ്ടെന്ന് ഒന്നും തോന്നില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു അറിയാം ഇവിടെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ ചില കിളികളുണ്ടാവും, പിന്നെ മാന് പോലത്തെ സാധനങ്ങളുണ്ടാവും, അത് തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് സിംഹം, പുലി, കടുവ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ പക്ഷേ ഫോറസ്റ്റ് ഇതിൽ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാലും കാണാം അത് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയും ഈ സ്ഥലത്തന്നെ. അങ്ങനെ ഇനി ഇവിടെ നിന്നും കുറേ പോകാണ്ട് ഇനി. അപ്പോൾ ഇന്നത്തെ കാര്യം ഇപ്പോൾ സെറ്റായിട്ട് ആളോട് ഒന്ന് പറഞ്ഞു. അവിടെ ഒന്ന് കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എത്ര ദൂരമാണെന്ന് പറയൂ, 40 ഇല്ല 30 സംതിങ് കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന്. ഒറ്റ റോഡ്, കടയില്ല, പെട്രോൾ പമ്പില്ല, ഒന്നുമില്ല, മരമില്ല റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് തന്നെ ലോറികൾ സൈഡിൽ നിർത്തിയിടുമ്പോൾ അതിൻ്റെ വെയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതിൽ എന്നിട്ട് ഞാൻ നിർത്തിയിട്ട് കിടന്നേ. എളുപ്പമല്ലായിരുന്നു. മടുത്തു. പിന്നെ പറഞ്ഞാൽ ഇനി വേറെ കാര്യം പറഞ്ഞാൽ തിരിച്ച് ഇനി പോകുമ്പോൾ പറഞ്ഞ് ഈ വഴി തന്നെ പോകണമെന്ന് പറഞ്ഞേ. അപ്പം അതിനേക്കാളും വലത്താവും. ഇത് രാത്രി നേരത്തേക്ക് കഴിഞ്ഞാൽ പെട്ടു ഞാൻ. അവിടെ വേറെ ഒന്നുമില്ല. വണ്ടികളൊക്കെ പിന്നെ സൈഡിൽ കൂടെ പറഞ്ഞാൽ ചത്താലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ. സൈക്കിളാണെന്ന് നോക്കുന്നില്ല അവർ, അങ്ങനെ പോവുക. പറയണ്ട. അങ്ങോട്ട് എത്തിയപ്പോൾ സമാധാനമായി. അവിടെ കൂടെയാണ് എൻ്റെ അടിച്ചുള്ളത്. ചാർജിങ്ങിൻ്റെ പ്ലോട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ അതിന്ന് എക്സ്റ്റൻഷൻ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റൻഷൻ കുത്തി ആൾ പറഞ്ഞിട്ട് എൻ്റെ അടിക്കണ്ട, കൊതൊന്നും ഉണ്ടാവില്ല ഇവിടെ, കാരണം വെള്ളം ഇല്ല എന്ന് ഇവിടെ എടുത്തില്ലും.
ഈ കോഴൽ കിണറുണ്ട്, അല്ലാണ്ട് വെള്ളം ഇല്ലാന്ന് ഫുള്ള് ഇങ്ങനെ മരവിച്ച് കൊടുക്കല്ലേ. അല്ല മരവിച്ചിട്ടേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കല്ലേ. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ കട്ടിലുണ്ട്, കട്ടിലെടുത്തിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ടിട്ടോ സാധനങ്ങൾ വെക്കണമെങ്കിൽ വെച്ചല്ല ഞാൻ ടെൻ്റ് അടിക്കണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ പിന്നെ അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഒരു സേഫ് പോലെയല്ല. അപ്പോൾ അത് കാരണം ഞാൻ ടെൻ്റ് അടിച്ചിട്ടിരുന്നു. അങ്ങനെ ഇനി ഭക്ഷണം കഴിക്കാൻ നോക്കണം. എന്നാൽ അതിൻ്റെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. ഇവിടെ അതിൻ്റെ ഹോട്ടലുണ്ട് പറയുന്നുണ്ട്. നോക്കി ഓട്ടൊന്ന് പോയിട്ട് എന്താ അവസ്ഥ എന്ന്. പെട്രോൾ പെട്രോളിൻ്റെ ആൾക്കാർ ഫുഡൊക്കെ വരാറുണ്ട്. ഹായ് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം ശരി, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഗുഡ് നൈറ്റ്, ബൈ ബൈ.